ഹായ്, ഞാൻ ജിനൻ. മോട്ടോക്രോസ് സൂപ്പർ ക്രോസ് പ്രൊഫഷണൽ റൈഡറാണ്. ഇന്ത്യയിൽ ഒരു 6 വർഷം ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 15 years ആയിട്ട് ദുബായ് ഇൻ്റർനാഷണൽ റേസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോട്ടോക്രോസ്. ഇപ്പോൾ ലാസ്റ്റ് 2 weeks ബാക്ക് ഒരു അൺഫോർച്ചുനേറ്റ്ലി ഒരു ചെറിയൊരു റേസിൽ ഒരു ചെറിയൊരു അപകടം ഉണ്ടായി. ആക്ച്വലി ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് പോണ പുള്ളി ക്രോസ് ജമ്പ് ചെയ്തു. അങ്ങനെ പുള്ളിയുടെ മേത്ത് തട്ടിയിരുന്നു. വീണു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുത്തിക്കുത്തായിട്ട് വീണത്. അപ്പോൾ ഈ ലെഫ്റ്റ് ലെഗ് കുറച്ച് ഡിസ്ലൊക്കേറ്റായി, ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ബോൾ ജോയിൻറ്റിൻ്റെ ബ്രാക്കറ്റ് കുറച്ച് ഫ്രാക്ചർ ആയിരുന്നു, മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരുന്നു. വളരെ പെയിൻഫുള്ളായിരുന്നു അത്. അങ്ങനെ ഞാൻ ദുബായിൽ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇത് എന്തായാലും സർജറി വേണം. അവർ ഡിസ്ലൊക്കേഷൻ ഇത് റിഡക്ഷൻ ചെയ്തു, സർജറി വേണം. അപ്പോൾ ദുബായിൽ ആക്ച്വലി ഹിപ്പ് പെൽവിസ് അത്രയും നല്ല സർജൻസ് അവർക്ക് അത്രയും അവർ സജസ്റ്റ് ചെയ്തില്ല. അവർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഡോക്ടർ ജോസ് തോമസ് പപ്പഞ്ചേരി ഡോക്ടറാണ് ഏറ്റവും ഗുഡായിട്ട്. എന്നുവെച്ചാൽ അവർക്ക് എൻ്റെ പ്രൊഫഷൻ അറിയാം. എനിക്ക് 100% തിരിച്ചു വേണം, എന്നുവെച്ചാൽ തിരിച്ചു വരണം. അപ്പോൾ 100% പഴയ മാതിരി തന്നെ വേണം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നാട്ടിലായാലും എവിടെയായാലും ഞാൻ പോകാൻ തയ്യാറായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ലാസ്റ്റ് സാറ്റർഡേ വരുന്നത്. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, നമുക്ക് വെൻസ്ഡേ സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് തന്നെ പതുക്കെ വാക്കറിൽ നടന്നു തുടങ്ങി. ഫീലിംഗ് മച്ച് ബെറ്റർ. ഇപ്പോൾ ഒരു 6 ദിവസമായി. ഇന്ന് ഡിസ്ചാർജ് ആവാണ്. സൂപ്പർ ഹാപ്പി. ആ ആക്സിഡൻറ്റ് വന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ ഇരുത്തിക്കുത്തായി വീണിട്ട് ഞാൻ എനിക്കാൻ നോക്കുമ്പോൾ എനിക്ക് എനിക്കാൻ പറ്റണില്ല. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ആ നേരത്തെ അത്രയും പ്രഷറിൽ നിൽക്കല്ലേ, അത്രയും ഇതിൽ നിൽക്കുമ്പോൾ കോമ്പറ്റീഷൻ ടൈം ആയ കാരണം ചാടി എനിക്കാനേ നോക്കണേ, എനിക്കാൻ പറ്റണില്ല എനിക്ക്. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ പറ്റിയിട്ടുണ്ടെന്ന്, കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. വെച്ചാൽ എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് ആദ്യമായിട്ടാണ് പറ്റുന്നത്. ചെറിയ ഇതൊക്കെ പറ്റിയിട്ടുണ്ട്, ഇഞ്ചുറീസൊക്കെ. അതൊക്കെ അപ്പം തന്നെ ചാടി എന്നിട്ട് നമ്മൾ പോവുക ചെയ്യാറ്. പക്ഷെ ഇതൊരു അൺഫോർച്ചുനേറ്റ് ഇതായിപ്പോയി. എന്താ പറയുക, ബാഡ് ലക്ക് എന്ന് പറയാം. ഇത് പറ്റി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവർ ഭയങ്കര ഫീലിംഗ് പറഞ്ഞു, ഇത് ഇവിടെ ഇങ്ങനെ നാട്ടിലൊക്കെ പോകണം, ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇതായിപ്പോയി സത്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയൊരു അപകടമാണോ എനിക്ക് പറ്റി. എന്നുവെച്ചാൽ സംഭവം ഹിപ്പിനാണല്ലോ, അവർ തന്നെ വളരെ ഇതായിട്ടാണ് പറയണത്. അങ്ങനെ പോയപ്പോൾ ഭയങ്കര അപ്സെറ്റായി പോയി ആക്ച്വലി. ഇനി എനിക്കിതിൽ തിരിച്ചു വരാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു ഫീലിംഗ് വരെ വന്നു. പക്ഷെ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോൾ തന്നെ പകുതി കോൺഫിഡൻറ്റ് തിരിച്ചു വന്നു. 2025 എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. എൻ്റെ ബയോപിക് വരാൻ പോകുന്നുണ്ട്. അത് ഉടനെ തന്നെ അത് അവർ അനൗൺസ് ചെയ്യും. പിന്നെ ബയോപിക്കിൽ ദുൽഖറാണ് എൻ്റെ റോള് ചെയ്യുന്നത്. അതൊരു വളരെ അടിപൊളി ഒരു സംഭവമാണ്. 2025 എനിക്ക് 50 years ആവാൻ പോവാണ്. 50 years ഒരു ചാമ്പ്യൻഷിപ്പ് അടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വർഷമാണ് 2025. അപ്പോൾ അതിലും മുന്നേ ഇങ്ങനെ പറ്റിയപ്പോൾ വളരെ അപ്സെറ്റ് ആയിപ്പോയി. പിന്നെ ഇവിടെ വന്ന് ലേക്ക് ഷോറിൽ വന്ന് ഡോക്ടർ ജോസ് കൺസൾട്ട് ചെയ്ത് അതൊക്കെ കണ്ട് പുള്ളി ഒരു കോൺഫിഡൻസ് ഒന്നും പേടിക്കണ്ട, ഇതൊക്കെ നമുക്ക് സെറ്റാക്കാം. അങ്ങനെ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് കോൺഫിഡൻറ്റ് വളരെ ഇരട്ടിയായി വന്നു തുടങ്ങി. ഇപ്പം എനിക്ക് 100% കോൺഫിഡൻ്റ് ആയി തിരിച്ചു വരാമെന്നുള്ളത്.